സെന്റർ ഓഫ് മാസ് ആൻഡ് കൊളീഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ, a ball moving with velocity 2 meter per second collides head on with another stationary ball of double the mass. If the coefficient of restitution is 0.5, then their velocities after collision will be. അതായത് രണ്ട് ബോൾസ് അല്ലേ? യെസ്, ഒരു ബോൾ ഉണ്ട് മൂവിങ് വിത്ത് വെലോസിറ്റി 2 meter per second അല്ലേ? 2 meter per second collides head on with another stationary ball. ഓക്കെ, മറ്റൊരു ബോള് ഡബിൾ ദ മാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇതിന്റെ മാസ് എം ആയിട്ട് എടുത്താൽ രണ്ടാമത്തേതിന്റെ മാസ് 2m ആണ്. അതുപോലെ തന്നെ വെലോസിറ്റി എന്തായിരിക്കും? വെലോസിറ്റി യു എന്ന് കൊടുക്കാം നമുക്ക്. യു ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും അല്ലെ? 0 ആണ്, റെസ്റ്റിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, then if the coefficient of restitution is 0.5, E is equal to നമുക്ക് തന്നിട്ടുണ്ട് 0.5 ആണ് അല്ലേ? So V2 minus V1 divided by U1 minus U2 അല്ലേ? That is E. Coefficient of restitution is 0.5 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് കൊളീഷൻ നടന്നതിന് ശേഷം എന്ത് ചെയ്യും? V1 ആൻഡ് V2 വെലോസിറ്റിയിൽ ഈ രണ്ട് ബോഡീസ് മൂവ് ചെയ്യുകയാണെങ്കിൽ അല്ലെ, രണ്ട് ബോഡീസ് മൂവ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ വെലോസിറ്റീസ് എന്തൊക്കെയാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് ഒരു ഇക്വേഷൻ അറിയാം അല്ലെ? E is equal to 0.5 എന്ന് തന്നിട്ടുണ്ട്. മറ്റൊരു ഇക്വേഷൻ എവിടെ നിന്ന് ഉണ്ടാക്കും? നമ്മൾ എവിടെ നിന്ന് ഉണ്ടാക്കും? കാരണം ഇവിടെ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല അല്ലെ? എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും തന്നെ ഇല്ല. സോ ഇവിടെ എന്തായിരിക്കും? മൊമെന്റം കൺസേർവ്ഡ് ആയിരിക്കും അല്ലെ? മൊമെന്റം കൺസേർവ്ഡ് ആയിരിക്കും. കൊളീഷനിൽ മൊമെന്റം രണ്ട് കൊളീഷൻ ആയാലും ഏത് ടൈപ്പ് കൊളീഷൻ ആയാലും മൊമെന്റം എന്തായിരിക്കും? കൺസേർവ്ഡ് ആയിരിക്കും. സോ നമുക്ക് കൺസർവേഷൻ ഓഫ് മൊമെന്റം ഇവിടെ അപ്ലൈ ചെയ്യാം അല്ലെ? സോ എന്ത് വരും? m1u1 പ്ലസ് m2u2 ഈക്വൽ ടു m1v1 പ്ലസ് m2v2 എന്ന് എഴുതാം അല്ലെ? m1u1 പ്ലസ് m2u2 ഈക്വൽ ടു m1v1 പ്ലസ് m2v2 എന്ന് എഴുതാം. ദെൻ m1 എന്ന് പറയുന്നത് m ആണ്, u1 എന്ന് പറയുന്നത് എത്രയാ? 2 അല്ലേ? 2 ആണ്. പ്ലസ് m2 എന്ന് പറയുന്നത് 2m ആണ്, u2 എന്ന് പറയുന്നത് 0 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു mv1 പ്ലസ് 2mv2 അല്ലെ? 2mv2. then ഇവിടെ എന്ത് കിട്ടും? 2m is equal to mv1 plus 2mv2 എന്ന് കിട്ടും. then m എല്ലാ ടേംസിലും ഉണ്ട്. സോ ക്യാൻസൽ ചെയ്തു നമ്മൾ. 2 is equal to v1 plus v2 അല്ലെ? 2v2. this is equation number 1. 2 is equal to v1 plus 2v2 എന്ന് കിട്ടി. ഇതാണ് ഇക്വേഷൻ നമ്പർ 1. അതുപോലെ തന്നെ ഇതിൽ നിന്ന് നമുക്ക് എന്തുണ്ടാക്കാം? v2 minus v1 divided by 2 minus 0 is equal to 1 divided by 2 അല്ലെ? 0.5 എന്ന് പറയുമ്പോൾ 1/2 ആണ്. v2 minus v1 ഈക്വൽ ടു എന്ത് എഴുതാം? 1 എന്ന് എഴുതാം. ഈ 2 റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ 2/2 that is equal to 1. this is equation number 2. ഓക്കെ, then എന്ത് ചെയ്യുക? 1 and 2 ആഡ് ചെയ്യുക. എന്ത് കിട്ടും? 1 is equal to minus v1 പ്ലസ് v2 ആണ് അല്ലേ? ഓക്കെ, ഈ ഒരു ഇക്വേഷൻ ഞാൻ ഇവിടെ എടുത്ത് എഴുതി. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 3v2 അല്ലേ? 3v2 ഈക്വൽ ടു v1 പ്ലസ് മൈനസ് v1 എന്ന് പറയുമ്പോൾ 0 ആയി. 3v2 is equal to നമുക്ക് 3 എന്ന് കിട്ടും. then v2 is equal to 3 divided by 3 that is equal to 1 meter per second അല്ലെ? v2 എന്ന് പറയുന്നത് 1 meter per second എന്ന് കിട്ടി. ഇനി v1 എത്രയായിരിക്കും? v1 is equal to v2 എന്ന് പറയുന്നത് 1 ആണെങ്കിൽ ഈ ഒരു ഇക്വേഷനിൽ കൊടുക്കുക. v2 എന്ന് പറയുന്നത് 1 ആണെങ്കിൽ v1 is equal to 1 minus 1 that is equal to 0 meter per second അല്ലേ? അതായത് ഫസ്റ്റ് ബോഡി റെസ്റ്റിലാവുകയും അതുപോലെ തന്നെ സെക്കൻഡ് ബോഡി 1 meter per second മൂവ് ചെയ്യുകയും ചെയ്യും. ഇതാണ് വെലോസിറ്റീസ് ആഫ്റ്റർ കൊളീഷൻ. ക്ലിയർ ആയോ? ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 3 masses are placed on the x-axis 300 gram at origin, 500 gram at x equal to 40 cm and 400 gram at x equal to 70 cm. The distance of the center of mass from the origin. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്.
ഓക്കെ, സെന്റർ ഓഫ് മാസ് എത്ര ഡിസ്റ്റൻസിലാണ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ 3 masses എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ, 3 masses ഉണ്ട്. അതുപോലെ തന്നെ 300 gram ഉണ്ട്, 500 gram ഉണ്ട്, അതുപോലെ തന്നെ 400 gram ഉണ്ട്. ഓക്കെ, സോ എക്സ് സെന്റർ ഓഫ് മാസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? എക്സ് സെന്റർ ഓഫ് മാസ് ഇസ് ഈക്വൽ ടു m1x1 പ്ലസ് m2x2 പ്ലസ് m3x3 divided by m1 plus m2 plus m3 അല്ലേ? സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു m1 എന്ന് പറയുന്നത് എത്രയാണ്? 300 ആണ് അല്ലേ? 300 ഇൻറ്റു എവിടെയാണ്? അറ്റ് ഒറിജിൻ ആണ്. സോ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് 0 ആണ്. പ്ലസ് m2 ഇസ് ഈക്വൽ ടു എത്രയാ? 500 gram. 500 ഇൻറ്റു x2 എന്ന് പറയുന്നത് ഓക്കെ യെസ് 40 സെന്റിമീറ്റർ ആണ്. സോ 40 പ്ലസ് അടുത്തത് 400 gram ആണ്. 400 ഇൻറ്റു എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 70 അല്ലേ? 70 ആണ്. ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യാ? ടോട്ടൽ മാസ് എത്രയാ? ടോട്ടൽ മാസ് 300 പ്ലസ് 500 800 ആണ്. 800 പ്ലസ് 400 ദാറ്റ് ഈസ് 1200 ആണ് അല്ലേ? യെസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് 0 ആയിട്ട് പോയി. ഇത് എത്ര കിട്ടി? 2000 എന്ന് കിട്ടും. പ്ലസ് ഇവിടെ 2800 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ 1200 ദാറ്റ് ഈസ് ഈക്വൽ ടു 0084 അല്ലേ? 4800 ഡിവൈഡഡ് ബൈ 1200 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 4 അല്ലേ? 4 ആണോ? 4. ഓക്കെ, ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, ഇവിടെ 500 ഇൻറ്റു 40 ആണ്. സോ 5 ഇൻറ്റു 4 എന്ന് പറയുന്നത് 20 ആണ്. 20,000 എന്ന് വരും. പ്ലസ് 4 ഇൻറ്റു 7 എന്ന് പറയുന്നത് 28 ആണ്. സോ 28,000 എന്ന് വരും അല്ലേ? 28,000 എന്ന് വരും. സോ 48,000 ഡിവൈഡഡ് ബൈ 1200 ആണ് വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു കട്ട് ചെയ്ത് പോയി 12 4 ടൈംസ് ആണ്. സോ 40 എന്ന് കിട്ടും അല്ലേ? 40 എന്ന് കിട്ടും. ഓപ്ഷൻ നമ്പർ 1. ഓപ്ഷൻ നമ്പർ 1 ആണ് കറക്റ്റ് ആൻസർ. സോ ക്ലിയർ അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ അടുത്തതിലേക്ക് പോവാം. The center of mass of a system of particles does not depend on masses of the particles, internal forces acting on the particles, position of the particles. Then fourth option, relative distance between the particles. ഏതാണ് ഇത്? നമുക്ക് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് ആൻസർ? മാസസ് അല്ല അല്ലേ? Then internal forces acting on the particle ആണോ? അത് position of the particles, relative distance. So center of mass മാസിനെ ഡിപ്പെൻഡ് ചെയ്യും, അതുപോലെ തന്നെ പൊസിഷനെയും ഡിപ്പെൻഡ് ചെയ്യും, റിലേറ്റീവ് ഡിസ്റ്റൻസിനെയും ഡിപ്പെൻഡ് ചെയ്യും. ഏതിനെയാണ് ഡിപ്പെൻഡ് ചെയ്യാത്തത്? ഇന്റേണൽ ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ പാർട്ടിക്കിൾ അല്ലെ? ഇന്റേണൽ ഫോഴ്സസിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സോ അടുത്ത ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.